ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അത്തന്നാൾ. നമ്മുടെ പൊന്നോണത്തിന് തുടക്കം കുറിക്കുകയായി. അത്തമ്പത്തിന് പൊന്നോണം എന്നാണല്ലോ ചൊല്ല്. അപ്പോൾ ഇത് ഞങ്ങളുടെ മുറ്റത്ത് കളട്ടല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ തൊട്ട അയൽവക്കത്തെ വീട്ടിലാണ്. ഞങ്ങൾ ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് ഇങ്ങനെ ആഘോഷങ്ങളൊന്നും കൂടാറില്ല. ഞങ്ങളുടെ ഒരു അനിയൻ ഉണ്ടായിരുന്നു, അവൻ ഞങ്ങളെ വിട്ട് പോയിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ അടിച്ചു കൊടുത്തൊരു പട്ടുപാവാടയായിരുന്നു. അപ്പോൾ അവന്തിക അത് ഇടണമെന്നും പറഞ്ഞിട്ട് അവൾ ഡ്രസ്സൊക്കെ മാറ്റി മുറ്റത്തെ മതിലുമ്മ കയറിയിട്ടാട്ടോ ഡാൻസ് കളിക്കുന്നത്. അവൾക്ക് അറിയുന്ന 2 സ്റ്റെപ്പൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ആൾക്കാകെ ചൂടും പുകയായി. അവൾ ചൂടെടുക്കണം അമ്മ എന്നും പറഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വില്ലൻ എത്തിയിട്ടുണ്ട്, കൂടെ വില്ലെത്തിയുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും പറമ്പിക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ അവരെ തീറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പറമ്പിക്ക് പോകാറാണ് പതിവ്. അപ്പോൾ ഇന്ന് അവന്തിക്ക് സ്കൂളില്ലാത്ത കാരണം അവളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആ പറമ്പിൽ നിറയെ തുമ്പപ്പൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കളയിടുന്നില്ലെങ്കിലും വല്യമ്മയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവന്തികയാണ് ആ പൂവൊക്കെ ഒന്ന് പൊട്ടിക്കണത്. ഇന്ന് ഒരാളുടെ മുറ്റത്തും കളങ്ങളിൽ തുമ്പപ്പൂ ഉണ്ടാകുന്നില്ല. പണ്ട് കാലങ്ങളിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ തുമ്പപ്പൂ പറിക്കാനൊരു പോവലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ബുക്കും ബാഗൊക്കെ കൊലായിൽ വെച്ചതിന് ശേഷം നേരെ പോവുക പാടത്തേക്കും ഇങ്ങനെയുള്ള പറമ്പുകളിലേക്കൊക്കെ തുമ്പപ്പൂ എടുക്കാനായിരുന്നു. ഇപ്പോൾ എവിടെ നോക്കിയാലും പാടം പറമ്പൊന്നും കാണാനുണ്ടാവില്ല. കാരണം ഉള്ള സ്ഥലങ്ങളെല്ലാം ആളുകൾ വീട് വെച്ച് താമസം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാലം മാറിയല്ലോ, ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡാണ്. എന്ത് പറഞ്ഞാലും വീട്ടിലെത്തിച്ചേരും. ഇന്നിപ്പോൾ ഏതൊരു വീടിൻ്റെ മുറ്റത്ത് മെഴുകിയിട്ടുള്ള കളങ്ങളിലൊന്നും തുമ്പപ്പൂവൊന്നും കാണില്ല. കൊണ്ടുവരുന്ന പൂക്കളായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. തുമ്പപ്പൂ എടുക്കുന്നതിനിടയ്ക്ക് അവന്തിക ഒരു തൊട്ടാവാടി ചെടിയുടെ അരിയിൽ അവിടെ ഇരുന്നു. അവൾ അത് തൊടുമ്പോൾ വാടിപ്പോകുന്നത് കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് തരുമായിരുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട്. അവൾക്ക് ആ ഒരു ചെടി ഒരു അത്ഭുത ചെടിയാണ്. അവൾ ആദ്യമായിട്ടത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. എപ്പോഴെങ്കിലുമൊക്കെ വന്നപ്പോൾ കാലും ഓടിയെങ്കിലും ഇങ്ങനെ ഇല വാടിപ്പോകുന്നത് അവൾ കാണുന്നത് ആദ്യമായിട്ടാണ്. തൊടുമ്പോഴേക്കും വാടുന്നത് കണ്ടപ്പോൾ അവൾ അതിമ വീണ്ടും തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ അവൾക്കൊരു അത്ഭുതമാണ്. കാണുമ്പോൾ തൊട്ടാവാടിയാണെങ്കിലും അതത്ര വലിയ തൊട്ടാവാടിയൊന്നും അല്ല കേട്ടോ. ഇതിമ പിടിച്ചു കഴിഞ്ഞാൽ തൊടുന്നവനും വാടിപ്പോവും. അത്രയ്ക്ക് നല്ല മുള്ളുള്ളൊരു ചെടിയാണിത്. പിന്നെ അതിമൊരു ചക്ക പോലെ ഒരു പഴമുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അതിങ്ങനെ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് തൊട്ടാവാടിയുടെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും അറിയണ ഇത് തന്നെയാണ്. ചിലരുടെ നാട്ടിലൊന്നും ഈ തൊട്ടാവാടി ഉണ്ടാവില്ല. അപ്പോൾ ഇത് വേറൊരാളാണ് കേട്ടോ. അപ്പോൾ ഞൊട്ടങ്ങ എന്ന് പറയും ഞങ്ങൾ. ഞൊട്ടാഞ്ഞൊടിയൻ എന്നൊക്കെ പേരുണ്ട് തോന്നുന്നു. ഓരോ ഭാഗത്തേക്ക് ഓരോ പേരാണ്. ഇതൊക്കെ പറമ്പിലുണ്ടാകുന്ന വെറൊരു പുല്ലാണെങ്കിൽ പോലും ഇതും ഔഷധ ഗുണമുള്ള ഒരു സസ്യം തന്നെയാണ്. അപ്പോൾ ഈ കോട്ടയ്ക്കെന്നൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതൊക്കെ അന്വേഷിച്ച് വരാറുണ്ടായിരുന്നു. ഓരോ പച്ചമരുന്നിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ. അപ്പോൾ നമ്മളത് പറമ്പ് കണ്ടാൽ അത് പറിച്ചങ്ങോട്ട് ഒഴിവാക്കും. പക്ഷേ ഇതൊക്കെ ഔഷധ ഗുണമുള്ള ഓരോ സസ്യങ്ങളാണ്. നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള ഓരോ അറിവുകളുണ്ടാവും. അപ്പോൾ ഇന്നൊക്കെ ഇത് അന്യം നിന്ന് പോയ ഓരോ സസ്യങ്ങളാണ്. ഇതിപ്പോൾ ഈ ആളൊഴിഞ്ഞ പറമ്പിലായത് കാരണം എല്ലായിടത്തുമായിട്ട് കാണുന്നു. നമ്മളൊക്കെ ഇത് ഒരുപാട് കണ്ടുമടുത്ത സസ്യങ്ങളാണ്. പക്ഷേ അവന്തികയ്ക്ക് ഇത് ആദ്യത്തെ ഒരു കാഴ്ചയാണ്. അവൾ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തിനുള്ളതാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് സംശയം കൂടി വരികയാണ്. ഇതിനെ തൊട്ട് തലോടി ആളങ്ങനെ നിൽക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.